ആക്രമണം വന്നാൽ ഭയം മാറാനുള്ള 3 ഡെഡ്ലി മൂവുകൾ. നിങ്ങളൊരു ഇരയാകില്ല. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? സത്യസന്ധമായി പറയുക. ഭൂരിപക്ഷം ആളുകളും ഫ്രീസാകും. അവർക്ക് പരിഭ്രാന്തിയാകും. രക്ഷപ്പെടാൻ മറ്റൊരാൾ എത്തുമോ എന്ന് ആലോചിച്ച് അവർ അവിടെ വിറച്ചു നിൽക്കും. അതാണ് വീക്ക്നെസ് അഥവാ ദൗർബല്യം. ദൗർബല്യം നമ്മളെ നശിപ്പിക്കും. സിനിമയിലെ പോലെ സ്ലോ മോഷനിലോ റഫറിയുടെ കൗണ്ട് ഡൌണിലോ അല്ല യഥാർത്ഥ വഴക്കുകൾ സംഭവിക്കുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ സ്കൂൾ ഇടനാഴികളിലോ തെരുവിലോ തിരക്കിനിടയിലോ അത് പെട്ടെന്നുണ്ടാവാം. നിയമങ്ങളില്ല, രണ്ടാമതൊരു അവസരവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് പേടിയും പരിഭ്രമവും മാത്രമെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നതിനു മുൻപേ തോറ്റു. അതുകൊണ്ടാണ് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ലാതാവുന്നത്. ഇത് സർവൈവലാണ്, ഇത് പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്കും നിങ്ങളെ വിശ്വസിക്കുന്നവർക്കും വേണ്ടി. മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സായ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യതന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സ് വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20ലധികം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 17 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള ബാക്കി 260 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. സമൂഹം പറയുന്ന നുണ, കായിക ബലം ഒരു കെണിയാണ്. പോരാടാൻ കഴിയുന്നത് ബ്ലാക്ക് ബെൽറ്റ് ഉള്ളവർക്കും വലിയ ജിം ഫ്രീക്കുകൾക്കും പ്രൊഫഷണൽ ഫൈറ്റർമാർക്കും മാത്രമാണെന്ന് സമൂഹം നിങ്ങളോട് പറയും. അതൊരു നുണയാണ്. പോരാട്ടം എന്നത് ഒരു സ്കില്ലാണ്. മറ്റേതൊരു സ്കില്ല് പോലെയും ഇത് 0 നിന്ന് തുടങ്ങുന്ന ആർക്കും പഠിക്കാൻ കഴിയും. പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒഴുകുകഴികൾ മാറ്റിവെച്ച് പരിശീലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. യഥാർത്ഥ പോരാട്ടത്തിൽ ശാന്തമായി നിൽക്കുന്നവനാണ് വിജയിക്കുക. ആകെ വേണ്ടത് ഒരു പിടി ഡെഡ്ലി മൂവുകൾ മാത്രം. ഭ്രാന്തമായി പൊരുതുന്നവനെ അത്ഭുതപ്പെടുത്തി കാമായിട്ടുള്ളവൻ മുന്നോട്ടു പോകും. നിയമം 1. അടിസ്ഥാനം ബോക്സിംഗ്. നിങ്ങൾ പോരാട്ടം പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ബോക്സിംഗിൽ നിന്നായിരിക്കണം. ബോക്സിംഗ് വെറുമൊരു സ്പോർട്ട് മാത്രമല്ല, അത് ലോകത്തിലെ ഏറ്റവും ബാറ്റിൽ ടെസ്റ്റഡായ പോരാട്ട രീതികളിൽ ഒന്നാണ്. കാരണം ഇതൊരു ഫൈറ്റ് അവസാനിപ്പിക്കാൻ കഴിവുള്ള 4 പഞ്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു. ജാബ് എന്നാൽ വേഗത്തിൽ നേരെ പോകുന്ന പഞ്ച്. ദൂരം അളക്കാനും എതിരാളിയെ അനോയ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ക്രോസ് എന്നത് പുറകിലെ കൈ ഉപയോഗിച്ചുള്ള പവർ പഞ്ചാണ്. അത് എതിരാളിയെ വേദനിപ്പിക്കും. ഹുക്ക് എന്നത് തലയിലോ വാരിയെല്ലുകളിലോ ആഞ്ഞടിക്കുന്ന വശങ്ങളിലൂടെ വരുന്ന പഞ്ചാണ്. അപ്പർ കട്ട് എന്നത് അടുത്ത ദൂരത്ത് താടിയെല്ല് ലക്ഷ്യമാക്കിയുള്ള മുകളിലേക്കുള്ള പഞ്ചാണ്. ബോക്സിംഗ് പഠിക്കേണ്ടത് എന്തിനാണ്? ഫൂട്ട് വർക്ക്. നിങ്ങൾക്ക് ചലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ തകർക്കാനാവാത്ത ഒരു ലക്ഷ്യമല്ല. കാർഡിയോ. ശ്വാസമെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു പോരാട്ടം പൂർത്തിയാക്കാൻ കഴിയൂ. സ്റ്റാമിനയാണ് പോരാട്ടത്തിൽ വിജയിക്കുന്നത്. ആംഗിൾസ് ആൻഡ് ടൈമിംഗ്. ഊഹിക്കാതെ എങ്ങനെ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കണം എന്ന് ബോക്സിംഗ് പഠിപ്പിക്കുന്നു. ബേസിക് ഡിഫൻസ്. തടയാനും ഒഴിഞ്ഞുമാറാനും പഠിക്കുക. വീട്ടിൽ പരിശീലിക്കേണ്ട രീതി: ഷാഡോ ബോക്സ്. 3 മിനിറ്റിന്റെ 3 റൗണ്ടുകൾ ചെയ്യുക. ശരിക്കും ഒരാൾ മുന്നിലുണ്ട് എന്ന് സങ്കല്പിച്ചു ചലിക്കുക. പുഷ്-അപ്സ്. ഓരോ സെഷനിലും മൊത്തം 50 എണ്ണം ലക്ഷ്യമിടുക. ഇത് അപ്പർ ബോഡി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. ബേസിക് കോംബോ. ജാബ്, ക്രോസ്, ഹുക്ക്, ക്രോസ് തുടങ്ങിയ കോംബോകൾ പരിശീലിക്കുക. എപ്പോഴും കൈകൾ ഉയർത്തിപ്പിടിക്കുക, താടി താഴ്ത്തിപ്പിടിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ തലയെ രക്ഷിക്കും. നിയമം 2. ശരീരം ഒരു ആയുധമാക്കുക. മുവായ് തായ് അഥവാ ആർട്ട് ഓഫ് 8 ലിംസ്. ബോക്സിംഗിന് അതിന്റെ പരിമിതികളുണ്ട്. കിക്കില്ല, മുട്ടുപയോഗിക്കാൻ കഴിയില്ല, കൈമുട്ടുപയോഗിക്കാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ പിടികൂടുകയോ താഴെയിടുകയോ ചെയ്താൽ കൈകൾ മാത്രം നിങ്ങളെ രക്ഷിക്കില്ല. അവിടെയാണ് മുവായ് തായ് കടന്നുവരുന്നത്. ഇതിനെ 8 അവയവങ്ങളുടെ കല എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ മുഷ്ടി, കൈമുട്ട്, മുട്ട്, കാൽമുട്ട്, കാൽപാദം എല്ലാം ആയുധങ്ങളായി മാറും. ക്ലോസ് റേഞ്ചിൽ അടുത്ത ദൂരത്തിൽ മുഖത്തൊരു കൈമുട്ട് വീഴ്ത്തിയാൽ ഒരു ബ്ലേഡ് പോലെ മുറിവുണ്ടാക്കാം.
റൗണ്ട് ഹൗസ് കിക്ക്, വാരിയെല്ലുകൾ ലക്ഷ്യമാക്കി ഒരു ബേസ്ബോൾ ബാറ്റ് കറങ്ങുന്നത് പോലെ ശക്തിയായി ചവിട്ടുക. മുവായ് തായ് പരിശീലനം നിങ്ങളുടെ ശരീരത്തെ ഇരുമ്പ് പോലെ കടുപ്പമുള്ളതാക്കും. നിങ്ങൾ ദുർബലരാകുന്നത് നിർത്തും. വീട്ടിൽ പരിശീലിക്കേണ്ട രീതി: ഷാഡോ കിക്ക്, 2 മിനിറ്റിന്റെ 3 റൗണ്ടുകൾ ചെയ്യുക. ബാലൻസ് നിലനിർത്തി ഓരോ കിക്കും കൃത്യമായി പരിശീലിക്കുക. നീ ഡ്രിൽസ്, ഒരു ബാഗിലോ പാഡിലോ മുട്ടുകൊണ്ടടിക്കുക. ലക്ഷ്യം കൃത്യമായിരിക്കണം. ആത്യന്തികമായ പ്രതിരോധം. നിയമം 3, ജീത് കുണ്ടോ അഥവാ ആക്ട് ഓഫ് ഇന്റർസെപ്റ്റിംഗ് ദി അറ്റാക്ക്. ബ്രൂസ് ലീയുടെ സംഭാവനയാണ് ജീത് കുണ്ടോ. ഇതിന്റെ ലക്ഷ്യം സർവൈവലാണ്. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, വർക്ക്സ് ആകുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ ജീത് കുണ്ടോ ഒരു സൈക്കോളജിയാണ്. നിങ്ങൾ പ്രതികരിക്കുന്നതിന് പകരം നിങ്ങൾ ആക്രമണത്തെ ഇന്റർസെപ്റ്റ് ചെയ്യും. ആക്രമണം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങളത് അവസാനിപ്പിക്കും. ബിഗിനറായവർക്ക് ഇത് കുറച്ച് കഠിനമാണ്. ആദ്യം ബോക്സിംഗ് ഉപയോഗിച്ച് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, മുവായ് തായ് ഉപയോഗിച്ച് ടഫ്നെസ് ഉണ്ടാക്കുക. അതിനുശേഷം ജീത് കുണ്ടോയുടെ അഡാപ്റ്റബിലിറ്റി കൂട്ടിച്ചേർക്കുക. ഇത് മൂന്നും ചേരുമ്പോൾ നിങ്ങൾ വെറുമൊരു പോരാളിയല്ല, ഒരു കംപ്ലീറ്റ് വെപ്പണായി മാറും. സ്വയം പ്രതിരോധത്തിലുള്ള 3 ഡെഡ്ലി മൂവുകൾ അഥവാ 3 മൂവുകൾ. നിങ്ങൾ ബ്രൂസ് ലീ ആകേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് ഫാസ്റ്റ്, സിമ്പിൾ ആൻഡ് ബ്രൂട്ടലായ നീക്കങ്ങളാണ്. 1. ലിവർ ഷോട്ട് അഥവാ ബോഡി ടാർഗറ്റ്. എന്താണിത്? എതിരാളിയുടെ വലതു വാരിയലിന് താഴെയായി കൃത്യം ലിവർ ഏരിയയിൽ കൊടുക്കുന്ന ഒരു ലെഫ്റ്റ് ഹുക്ക്. എന്തുകൊണ്ടിത് വർക്കാകും? കരളിലേൽക്കുന്ന ഒരടി എത്ര ശക്തനായ ആളാണെങ്കിലും തളർത്താൻ സാധ്യതയുണ്ട്. ചെയ്യേണ്ട വിധം: അടുത്തെത്തുക. നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കാതെ ഹിപ്സും ഷോൾഡേഴ്സും ഉപയോഗിച്ച് പഞ്ച് ചെയ്യുക. ഒരു ഷോട്ട്, ഷാർപ്പ് ഹുക്ക് വാരിയതിലേക്ക് കൊടുക്കുക. ടോർക്കാണ് ഇവിടെ പ്രധാനം, കൈയുടെ ശക്തിയല്ല. ഹൊറിസോണ്ടൽ എൽബോ അഥവാ ഫേസ് ടാർഗറ്റ്. എന്താണിത്? വളരെ അടുത്ത ദൂരത്തിൽ മുഖത്തിന് കുറുകെ കൊടുക്കുന്ന ഒരു കൈമുട്ട് പ്രഹരം. എന്തുകൊണ്ടിത് വർക്കാകും? കൈമുട്ടുകൾ ഒതുക്കമുള്ളതും ബ്രൂട്ടലുമാണ്. ചെറിയ സ്ഥലങ്ങളിൽ പഞ്ച് ചെയ്യാൻ കഴിയാത്തപ്പോൾ ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ എതിരാളി നിങ്ങളുടെ മുഖത്തേക്ക് അടുക്കുമ്പോൾ നിങ്ങളുടെ കൈമുട്ട് തോളോട് തോളായി വലിക്കുക. ശരീരം ഉപയോഗിച്ച് പവർ നൽകുക. കവിളെല്ല്, താടിയെല്ല് അല്ലെങ്കിൽ നെറ്റി ലക്ഷ്യമാക്കുക. സൈഡ് ചെക്ക് ടു ദ നീ അഥവാ ലെഗ് ടാർഗറ്റ്. എന്താണിത്? നിങ്ങളുടെ കാലിന്റെ ഉപ്പൂറ്റി അഥവാ ഹീൽ എഡ്ജ് ഉപയോഗിച്ച് എതിരാളിയുടെ കാൽമുട്ടിനോ അല്ലെങ്കിൽ കാൽമുട്ടിന് മുകളിലോ കൊടുക്കുന്ന ക്വിക്ക് ഹാർഡ് പുഷ്. എന്തുകൊണ്ടിത് വർക്കാകും? ഇത് അവരുടെ ബാലൻസ് നശിപ്പിക്കും. അവർക്ക് ആക്രമണം തുടരാൻ കഴിയാതെ വരും, അല്ലെങ്കിൽ അവർ നിലത്ത് വീഴും. ചെയ്യേണ്ട വിധം: ഒരു സൈഡ് സ്റ്റാൻസ് എടുക്കുക. നിങ്ങളുടെ മുന്നിലെ ഉപ്പൂറ്റി ഉപയോഗിച്ച് കാൽമുട്ടിന് നേരെ ശക്തിയായി തള്ളുക. ഇത് താഴ്ന്നതും കൃത്യതയുള്ളതുമായിരിക്കണം, അല്ലാതെ ഉയർന്ന ഫ്ലാഷി കിക്കാകരുത്. ഈ 3 നീക്കങ്ങൾ ബോഡി, ഫേസ് ആൻഡ് ലെഗ്സ് ഇവ പഠിക്കുക. ഇവ ഓരോന്നും 15 ദിവസം വീതം പരിശീലിക്കുക. നിങ്ങൾ 10 ഇരട്ടി ടഫായി മാറും. ധാർമ്മിക മുന്നറിയിപ്പ്: ഇത് അതിജീവനത്തിനു വേണ്ടിയാണ്. ശ്രദ്ധിക്കുക, ഈ നീക്കങ്ങൾ ആരെയും ബുള്ളി ചെയ്യാനോ വഴക്കിന് പോകാനോ ഉള്ളതല്ല. അത് വീക്ക്നെസ് ആണ്. ഇത് സർവൈവലിനു വേണ്ടി മാത്രമാണ്. സംരക്ഷിക്കാൻ, പ്രതിരോധിക്കാൻ, ജീവനോടെ തിരിച്ചു നടക്കാൻ. പോരാട്ടമെന്നത് കൈകൊണ്ടും കാലുകൊണ്ടുമുള്ളതല്ല, അത് മൈൻഡ് സെറ്റാണ്. നിങ്ങൾ എറിയുന്ന ഓരോ പഞ്ചും ഞാനൊരു ഇരയാകില്ല എന്ന് നിങ്ങളോട് തന്നെ പറയുന്നതാണ്. ഓരോ ബ്ലോക്കും നിങ്ങൾ കൺട്രോൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ്. ദുർബലർ പരിഭ്രാന്തരാകും, ശക്തർ തയ്യാറെടുക്കും. അതാണ് വ്യത്യാസം. നിങ്ങൾ ദിവസവും പരിശീലിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. വെറും വീഡിയോ കണ്ടിട്ടത് പരിശീലനമാണെന്ന് കരുതുന്നവരിൽ ഒരാളാകരുത്. ധൈര്യം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ലഭിക്കുന്നത്, അത് നേടിയെടുക്കണം. നിങ്ങളുടെ നീക്കങ്ങൾ ഓട്ടോമാറ്റിക് ആകുന്നതുവരെ പരിശീലിക്കുക. കുടുംബത്തെ സംരക്ഷിക്കുക. കഴിയുമെങ്കിൽ ഒഴിഞ്ഞുമാറുക. ആവശ്യമാണെങ്കിൽ മാത്രം ശക്തി ഉപയോഗിക്കുക. ഈ പ്ലാൻ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മാറും. നിങ്ങൾ കരുത്തരായവനും കൂടുതൽ യൂസ്ഫുള്ളുമായി മാറും. പേടിച്ചു നിൽക്കുന്നവനിൽ നിന്ന് ശാന്തമായി പ്രതിരോധിക്കുന്നവനായി നിങ്ങൾ മാറും. അതാണ് വിജയം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കും. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.